നടത്തുവാൻ തക്കവണ്ണം അവര് പ്രശ്നങ്ങൾ ഉന്നയിക്കും. നമ്മൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, കഴിഞ്ഞ 108 വർഷമായിട്ട് വളരെ സമാധാനകരമായ അന്തരീക്ഷത്തിൽ, ആത്മീയ അന്തരീക്ഷത്തിൽ പരുമലപ്പള്ളിയിലെ പെരുന്നാൾ, പ്രസിദ്ധനായ പരുമല തിരുമേനിയുടെ പെരുന്നാൾ നമുക്ക് നടത്തുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ യാക്കോബ സഭക്കാരുടെ ഒരു പള്ളി കൂടി ഈ പരുമലയിൽ, അതും പരുമലപ്പള്ളിയുടെ പ്രധാന കവാടത്തിന് സമീപമായി ഉണ്ടായി കഴിയുമ്പോൾ, അവരും അതേ ദിവസം തന്നെ പെരുന്നാൾ നടത്തുമ്പോൾ ഇവിടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങള്, ഇവിടെ ഉണ്ടാകാവുന്ന പ്രയാസങ്ങള്, ഇവിടുത്തെ പെരുന്നാള് അലങ്കോലപ്പെടുവാനും ഇവിടെ നിലനിൽക്കുന്നതായ സമാധാനവും ശാന്തിയും എല്ലാം നഷ്ടമാകുവാനും ഇടയാകും. പ്രത്യേകിച്ച് യാക്കോബ സഭക്കാർക്ക് പരുമലയിൽ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് അവരുടെ ശക്തി തെളിയിക്കുവാൻ, പെരുന്നാളിൽ അവരുടെ ശക്തി തെളിയിക്കുവാൻ വടക്കൻ മേഖലയിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് ഇറക്കുകയും അവരും വടക്കൻ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് ആസ്വാധീനമുള്ളതായ പ്രദേശങ്ങളിൽ നിന്ന് പദയാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ, ഈ രണ്ട് പദയാത്രകളും ഒരേ വഴിയിൽ കൂടി മുമ്പോട്ട് നടന്നു നീങ്ങുമ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത നാം മുമ്പിൽ കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പരുമലയിലും സംഘർഷങ്ങളും അതുപോലെ തന്നെ ഇത് പെരുന്നാളിനെ ചൊല്ലി, അതിന്റെ നടത്തിപ്പിനെ ചൊല്ലിയുള്ളതായ പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകാം. അങ്ങനെ പുണ്യഭൂമിയായ പരുമല ഒരു കലാഭൂമിയായി മാറരുതെന്നുള്ളതായ ഒരു ആഗ്രഹം കൊണ്ടാണ് ഓർത്തഡോക്സ് സഭ ഇവരുടെ ഈ ശ്രമത്തെ ഇന്ന് എതിർത്തുകൊണ്ടിരിക്കുന്നത്. പരുമലയിലല്ലാതെ ഈ മറ്റെവിടെയും അവർക്ക് പള്ളി പണിയുന്നതിന് നമുക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷെ ഈ പ്രധാന തീർത്ഥാടന കേന്ദ്രത്തിന്റെ പടിവാതിക്കൽ വീണ്ടും അതേ പേരിൽ ഒരു പള്ളി പണിയുന്നത് ക്രിസ്തീയമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ യാക്കോബായ സഭക്കാര് പത്രപ്രസ്താവന നടത്തിയപ്പോൾ ഈ പരുമല സെമിനാരിയുടെ, പരുമല പള്ളിയുടെ സ്ഥലം അന്ത്യോക്യ പാത്രിക്കീസിന്റെ പേരിലാണ്. പരുമല തിരുമേനി ഒരു വലിയ അന്ത്യോക്യ ഭക്തനായിരുന്നു. അദ്ദേഹം കാലം ചെയ്യുന്നതുവരെയും അന്ത്യോക്യ വിശ്വാസത്തിന് അനുസൃതമായിട്ടാണ് ജീവിച്ചത്. അങ്ങനെ ഒരു വലിയ അന്ത്യോക്യ ഭക്തനായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാമത്തിൽ ഞങ്ങളിവിടെ പള്ളി പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നെല്ലാം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. നല്ലൊരു കാര്യം നാം പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. പരുമല പള്ളിയുടെ സ്ഥലം അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത ആയിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസ്യോസ് രണ്ടാമന്റെ പേരിലാണ് ആധാരം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യം 1048 അരികൂറുത കോഴിമാത്തൻ പുലിക്കോട്ടിൽ തിരുമേനിയുടെ പേരിൽ ഇവിടെ പടുത്ത വീടും ദേവാലയം സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥലം ദാനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഗോവിന്ദനാഥന്റെ കാലശേഷം 1060 അദ്ദേഹത്തിന്റെ മക്കൾ പരുമലയില് പുതിയ പള്ളി പണിയുന്നതിന് വേണ്ടി സ്ഥലം ദാനം ചെയ്തു. ഈ സ്ഥലങ്ങളെല്ലാം അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത ആയിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസോസിന്റെ പേരിലായിരുന്നു എന്നുള്ളത് രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് അത് ഉത്തമ ബോധ്യമാകും. അല്ല, അന്ത്യോക്യ പാത്രിക്കീസിന്റെ പേരിലല്ല പരുമല പള്ളിയുടെയോ പരുമല സെമിനാരിയുടെയോ സ്ഥലം എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അതൊരു പരമാർത്ഥം, അതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും പരുമല പള്ളിയുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിരിക്കുന്നതായ ആ സംജാതമായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായി മാറിക്കിട്ടുവാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ഒരു കലഹത്തിന്റെ ആത്മാവിനെയല്ല, സമാധാനത്തിന്റെ ആത്മാവിനെ
ഉൾക്കൊണ്ടുകൊണ്ട് പരുമല സെമിനാരി, പരുമല പള്ളി, ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും അനുഗ്രഹകരമായ നടത്തിപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് സഭാമക്കളേവരും ഈ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി, ഇതിന്റെ അനുഗ്രഹകരമായ നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളില് പാത്രികീസ് വിഭാഗക്കാര് പുതിയ പള്ളിയുടെ കല്ലടിയിൽ കർമ്മം നടത്തുവാൻ പോകുന്നു എന്നുള്ള വാർത്ത പ്രചരിച്ചതോടെ ഈ സെമിനാരിയെ സ്നേഹിക്കുന്ന, പരിമളത്തിനുമേനിയെ സ്നേഹിക്കുന്ന മലങ്കര സഭയുടെ അരുമ മക്കള് അതിവേഗത്തിൽ ഇവിടെ ഓടിയെത്തി. അവരുടെ ആ ശ്രമത്തെ ചെറുക്കുവാനുള്ളതായ ഒരു കൂടിവരവായിട്ട് നമ്മളതിനെ കാണേണ്ടിയിരിക്കുന്നു. അന്ന് ഇവിടെ സംജാതമായ ആ സ്ഥിതിവിശേഷം സർക്കാർ കാണുകയും അന്ന് തന്നെ ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. പരുമല പള്ളിയുടെ സമീപത്തായി യാക്കോബായ സഭക്കാര് പള്ളി പണിയുന്നത് ഇവിടെ ഇന്ന് നിലനിൽക്കുന്നതായ, പരുമലയിൽ നിന്ന് നിലനിൽക്കുന്നതായ ആ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുമെന്നും തന്മൂലം ഇവിടെ മതസംഘർഷം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതായ പോലീസിന്റെയും RDOയുടെയും റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് യാക്കോബായ സഭക്കാർ ഇപ്പോൾ വാങ്ങിയിരിക്കുന്നതായ സ്ഥലത്ത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുവാൻ പാടില്ല എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പരുമലയില് ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് ഇവിടെ തിരികെ വന്നിരിക്കുകയാണ്. ആ ശാന്തമായ അന്തരീക്ഷം, സമാധാന അന്തരീക്ഷം, അതുപോലെ തന്നെ പരുമലയിൽ നിലനിൽക്കുന്ന ആത്മീയ അന്തരീക്ഷം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാക്കോബായ സഭക്കാരുടെ ആ ഒരു ശ്രമത്തിൽ നിന്ന് അവരെ പിന്മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ പ്രേരിപ്പിക്കട്ടെ എന്ന ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം സംബന്ധിച്ച് ഈ പ്രതിസന്ധിക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകുവാനായിട്ട് നിങ്ങളേവരും പ്രാർത്ഥിക്കണമെന്ന് ഈ സമയത്ത് സവിനയം അറിയിക്കുന്നു.